മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതം എന്ന് പറഞ്ഞാൽ മത്സരങ്ങളുടെ ഒരു കൂടാണ്. മത്സരങ്ങളുടെ ഒരു കൂടാണ് ജീവിതം. നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഇന്നെന്താണ്? കോമ്പറ്റീഷൻസ് ആണ്, അല്ലെങ്കിൽ മത്സരങ്ങളാണ്. അത് ഏതു മേഖലയിൽ നോക്കിയാലും മത്സരങ്ങളാണ്. അത് അക്കാഡമിക് മേഖല നോക്കിയാലും ജോബിൻ്റെ മേഖല നോക്കിയാലും എല്ലാ മേഖലയും എന്താണ്? മത്സരങ്ങളാണ്. അപ്പം ഈ മത്സരങ്ങളെയൊക്കെ അതിജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുകയുള്ളൂ? മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ മത്സരങ്ങളിലൊക്കെ നമ്മൾ വിജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നത്തെ തൊഴിൽ മേഖലയെക്കുറിച്ചൊക്കെ നമുക്കറിയാം. തൊഴിൽ മേഖലയിലൊക്കെ നന്നായിട്ട് പ്രാഗൽഭ്യം തെളിയിച്ചാൽ മാത്രമേ നമുക്ക് ആ തൊഴിലിൽ നല്ല ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവുകയുള്ളൂ. കേട്ടോ, ആ തൊഴിൽ നല്ലതുപോലെ പരിജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മേഖലയിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ തൊഴിലിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഔട്ടായിപ്പോവും. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ തൊഴിലിനെ സംബന്ധിച്ച് പറയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, നമ്മളെല്ലായ്പ്പോഴും നമ്മളുടെ തൊഴിലിനെ എന്ത് ചെയ്യണം? നമ്മുടെ തൊഴിലിനെ നമ്മൾ ബഹുമാനിക്കണം. കേട്ടോ, നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഏതാണോ ആ തൊഴിലിനെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. കേട്ടോ, നമുക്ക് ആ തൊഴിലിനോട് എന്തുണ്ടായിരിക്കണം? എപ്പോഴും ഒരു ബഹുമാനം ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്ക് എന്തുണ്ടായിരിക്കണം? നല്ല താല്പര്യവും ഉണ്ടായിരിക്കണം. കേട്ടോ, നമ്മൾ ചെയ്ത തൊഴിലിനോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. കേട്ടോ, താല്പര്യം ഉണ്ടാവണം. താല്പര്യത്തോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് നമുക്കൊരു ബഹുമാനം ഉണ്ടാവണം. തൊഴിലെന്ന് പറഞ്ഞാൽ എന്താണ്? തൊഴിലെന്ന് പറഞ്ഞാൽ അന്നമാണ്. ശരിയല്ലേ? ശരിയാണോ തെറ്റാണോ? ശരിയാണ്, 100% സത്യമാണ്. തൊഴിലെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അന്നമാണ്. അപ്പോൾ തൊഴിലിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം നമുക്കറിയാം, തൊഴിൽ നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ തൊഴിൽ 10 ദിവസം ഇല്ലെങ്കിലോ ഒക്കെയുള്ള പ്രയാസത്തെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ തൊഴിൽ മേഖലയിൽ തൊഴിലിനോട് നമുക്ക് എന്തുണ്ടായിരിക്കണം? നല്ല ബഹുമാനം ഉണ്ടായിരിക്കണം. അതുപോലെ തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിലിനോട് നമുക്ക് എന്തുണ്ടായിരിക്കണം? ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അത് വേറെ കാര്യമാണ്. തൊഴിലിനോട് നമുക്ക് ബഹുമാനം ഉണ്ടാകുന്നതോടൊപ്പം താല്പര്യം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ തൊഴിലിൽ നമുക്ക് എന്തുണ്ടാവണം? ആത്മാർത്ഥത ഉണ്ടാവണം. ആത്മാർത്ഥതയോടെ തൊഴിൽ ചെയ്യുക. കേട്ടോ, നമ്മൾ ഏത് മേഖലയിലാണോ കംഫർട്ടബിൾ ആ മേഖലയിലുള്ള ജോബ് ചെയ്യുക, തൊഴിൽ ചെയ്യുക. കേട്ടോ, അപ്പോൾ എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെ കൊണ്ട് എല്ലാ തൊഴിലും ചെയ്യാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല. നമ്മൾ ഏത് മേഖലയിലാണോ പ്രാഗൽഭ്യമുള്ളത് നമ്മൾ ആ തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ജീവിതത്തിൽ ഒരുപാട് വളരുവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ അല്ലാത്തൊരു മേഖലയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ചിലപ്പോഴങ്ങ് വിജയിച്ചു പോകും, അത് വേറെ കാര്യം. കേട്ടോ, എങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് മേഖലയിലാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ മേഖലയിലുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുക. ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഒരുപാട് മുകളിലേക്ക് ഒരുപാട് ഉയർച്ച പ്രാപിക്കും. കേട്ടോ, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ തൊഴിലിനെ ബഹുമാനിക്കുക. കേട്ടോ, എപ്പോഴും അത് ഏത് തൊഴിലായാലും, ഇപ്പം ഏത് തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തിയായാലും ആ തൊഴിലിനെ നമ്മൾ ബഹുമാനിക്കുക. കേട്ടോ, പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ പ്രത്യേകം ഞാൻ പറയണം. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പഠനത്തിൽ ഒരു താല്പര്യം കാണിക്കുക. പഠനത്തോട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അത് ഇപ്പോൾ 24 hours പഠിക്കണമെന്നൊന്നും ഞാനൊരു സ്റ്റുഡൻറ്റിനോടും പറയില്ല. പഠിക്കുന്ന സമയം 2 മണിക്കൂറേ പഠിക്കുന്നുണ്ടെങ്കിലും പഠിക്കുന്നത് ആ സമയത്ത് ആത്മാർത്ഥതയോടെ പഠിക്കുക. കേട്ടോ, അപ്പോൾ നമ്മൾ എപ്പോഴും ചെറുപ്രായത്തിൽ തന്നെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. കാരണം നമുക്കറിയാമല്ലോ, പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ അലസമായി നടന്നാൽ ജീവിതത്തിൽ എന്തുണ്ടാവും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുണ്ടാവും? ജീവിതത്തിൽ പ്രതിസന്ധികളുടെ ഒരു പെരുമഴ തന്നെയായിരിക്കും ജീവിതം. കേട്ടോ, എപ്പോഴും മനസ്സിലാക്കണം. പഠിക്കേണ്ട സമയത്ത് നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ സ്റ്റുഡൻറ്റൊക്കെ പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കുക. കേട്ടോ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമ്മുടെ തൊഴിലിനെ ബഹുമാനിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരാളുടെ തൊഴിലിനെയും എന്ത് ചെയ്യുക? ബഹുമാനിക്കുക. നമ്മൾ ഏത് തൊഴിലിനോടും നമുക്ക് എന്തുണ്ടാവണം? ആ ബഹുമാനം ഉണ്ടാവണം. കേട്ടോ, ഒരു തൊഴിലും എന്തല്ല മോശമല്ല. എല്ലാ തൊഴിലും എല്ലാവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരു തൊഴിലും എന്തല്ല മോശമല്ല. കേട്ടോ,
എപ്പോഴും മനസ്സിലാക്കണം, തൊഴിലെന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതം ഇന്ന് ഇങ്ങനെ ഓടുന്നതിനുള്ള കാരണം തൊഴിലാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ 10 ദിവസം പണി മുടക്കിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തൊക്കെ നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഒരു തൊഴിലും എന്തല്ല, മോശമല്ല. എല്ലാ തൊഴിലിനെയും നമ്മൾ ബഹുമാനിക്കുക കേട്ടോ. നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് കഴിയട്ടെ കേട്ടോ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ശുഭാപ്തി വിശ്വാസം എന്നുള്ളവരായിട്ട് മാറണം കേട്ടോ. നല്ല ശുഭാപ്തി വിശ്വാസം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം.